ഇന്ന് ഹോസ്പിറ്റലും കാര്യങ്ങളും പോകാനുള്ളത് അത്യാവശ്യം നല്ല രീതിക്ക് ലേറ്റായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചത്. ഐ മീൻ ലഞ്ച്. അങ്ങനെ ഞങ്ങൾ ചങ്ങരംകുളം എത്തിയപ്പോഴേക്കും അമ്മ പറഞ്ഞു ദാ കാണുന്ന റെസ്റ്റോറൻറ്റ് നല്ല കിഡിലോസ്കി ഫിഷ് കറി മീൽസ് ഉണ്ടെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ ഡ്രൈവറിനോട് പറഞ്ഞു ചേട്ടാ ചവിട്ടിക്കോന്നു. ചേട്ടൻ അപ്പം തന്നെ നമ്മുടെ ഷൈൻ ചേട്ടൻ ചവിട്ടി കേട്ടോ. ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. റെസ്റ്റോറൻറ്റിലെത്തി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നപ്പോഴേക്കും ദാണ്ടട വെൽക്കം ഡ്രിങ്ക് കൊണ്ടു തന്നായിരുന്നു. വെൽക്കം ഡ്രിങ്ക് കൊണ്ടു തന്നത് നമ്മുടെ മുന്തിരി ജ്യൂസ് ആട്ടോ. അപ്പോൾ എനിക്ക് മുന്തിരി ജ്യൂസ് കുടിക്കാൻ പറ്റില്ല, ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ചുക്കുവെള്ളം വെച്ചിട്ടുണ്ട്, ഞാൻ ചുക്കുവെള്ളം കുടിച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. എൻ്റെ മുന്തിരി ജ്യൂസ് എൻ്റെ കൂടെയുള്ളവർ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും നോക്കിയപ്പോൾ നമ്മുടെ ഫുഡ് സിറ്റി റെസ്റ്റോറൻറ്റിലാണ് വന്നത്. അപ്പോൾ അവിടുത്തെ മെനു കാർഡ് എന്നെ നോക്കി ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം ആ മെനു കാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കി. പക്ഷേ നോക്കിയിരിക്കേണ്ടി വന്നില്ലായിരുന്നു, കാരണം അമ്മയും ഷൈൻ ചേട്ടനും ഓൾറെഡി ഫിക്സ് ചെയ്തു അവർക്ക് ഫിഷ് കറി മീൽസ് മതി എന്നുള്ളത്. അപ്പോൾ ഞാൻ വെച്ചിട്ടൊരു ഗമയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചട്ടിച്ചോറാണ് പറഞ്ഞത്. അങ്ങനെ ചട്ടിച്ചോറ് വരാനായിട്ട് ഞങ്ങൾ കുറേ നേരമായിട്ട് കാത്തിരുന്നു. പക്ഷേ ഫിഷ് കറി മീൽസൊക്കെ പറന്ന് വന്നായിരുന്നു. അപ്പോൾ അവരെ കോംപ്ലിമെൻ്റ് ആയിട്ട് ഒരു പാലട പ്രഥമനും കൊടുത്തു. അപ്പോൾ പാലടയുടെ കുഞ്ഞി ആ ഒരു ഇതിൽ വന്നതൊക്കെ ഞാൻ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അമ്മയുടെ എക്സ്പ്രഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായി തോരനൊന്നും അത്ര വലിയ അങ്ങ് പോരാ എന്നുള്ള ലെവലിലാണ് അമ്മ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് കൊടുത്ത മസാല പുരട്ടിയ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു. ഞാനത് പയ്യെ തൊട്ട് ഇങ്ങനെ ഇരുന്ന് കേട്ടോ. അങ്ങനെ എൻ്റെ തൊടൽ വല്ലാതെ കൂടിയപ്പോൾ അമ്മ പറഞ്ഞു മക്കൾക്ക് വേറെ ഫിഷ് ഫ്രൈ വേണമെന്നുണ്ടെങ്കിൽ മക്കൾ വേറെ ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ ആലോചിച്ചു പാവം അമ്മയല്ലേ. അപ്പോൾ എൻ്റെ തൊടൽ ഞാൻ പയ്യങ്ങ് നിർത്തി കേട്ടോ. എൻ്റെയിലും കഷ്ടമായിരുന്നു. അച്ഛന് വിശന്നാകെ നെല്ലിപ്പലക തെറ്റിയിരിക്കുകയായിരുന്നു. പക്ഷെ അധികം ക്ഷമ നശിച്ചില്ല അച്ഛൻ്റെ. അപ്പോഴേക്കും ചട്ടിച്ചോറ് വന്നു. ഈ ആക്രാന്തം മൊത്ത് പൂച്ച ചട്ടിയിലേക്ക് ഇങ്ങനെ തലയിടത്തില്ലേ, അതുപോലെയാണ് ഞാൻ തലയിട്ട് നോക്കിയത്. പക്ഷേ തലയിട്ട് നോക്കിയ വശം എൻ്റെ എക്സ്പെക്റ്റേഷൻ്റെ ആ ലെവലിലേക്ക് ചട്ടിച്ചോറ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ആക്ച്വലി ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്നും നമ്മുടെ കൊച്ചിയിൽ നിന്നൊക്കെ ചട്ടിച്ചോറ് കഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഡിഷസും കാര്യങ്ങളുണ്ട്. ഇതിലിപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫുഡൊന്നും കുഴപ്പമില്ല, പക്ഷേ ഫിഷ് കറി മീൽസ് പറഞ്ഞ സെയിം ആ ഒരു ഐറ്റംസ് മാത്രമാണ് ആ ചട്ടിച്ചോറിൽ ഉണ്ടായത്. പിന്നെ അഡീഷണൽ ഉണ്ടെന്ന് പറയുന്നത് ഒരു കുഞ്ഞി ഫിഷ് ഫ്രൈ ഉണ്ട്, അതുപോലെ ഒരു ഇച്ചിരി നമ്മുടെ ചിക്കൻ്റെ ഇതുണ്ട് പീസുണ്ട്, പിന്നെ ഒരു ഇച്ചിരി ബീഫിൻ്റെ പീസുണ്ട്, പിന്നെ എന്തിനോ വേണ്ടി 2 പച്ചമാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കപ്പ പേരിന് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല വിശപ്പുള്ളതുകൊണ്ട് പിന്നെ ഞാനും അച്ഛനും അതങ്ങ് കഴിച്ചു. അച്ഛനും പറഞ്ഞു നല്ല മീൻകറി കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് കഴിച്ചു എന്നുള്ളത്. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ആ ലെവലിലേക്ക്, എക്സ്പെക്റ്റേഷൻ ലെവലിലേക്ക് ആ ചട്ടിച്ചോറ് എത്തിയില്ല എന്നുള്ളതാണ് അതിൻ്റേതായ ഒരു സത്യാവസ്ഥ. പക്ഷേ ഫുഡൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് വിശപ്പുള്ളതുകൊണ്ട് തന്നെ അധികം ഞാൻ ഫുഡിനെ കുറ്റപ്പെടുത്താൻ നിന്നില്ല. കാരണം വിശപ്പിന് അങ്ങേപ്പുറമാണല്ലോ, വിശപ്പാണല്ലോ എല്ലാം. എങ്ങനെയൊക്കെയോ കഴിച്ച് സമാധാനപ്പെട്ടങ്ങ് കുടുംബത്തോട്ട് പോയി ഗൈസ്.